Hi guys, to a new session. Okay, നോക്കാം. ഇവിടെ ഒരു സെൽ ചാൻസ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഒരു റെസിസ്റ്റൻസിലൊക്കെ നിൽക്കുന്നത്, പക്ഷേ ഇതേ വേറൊരു മിഡ് പോയിന്റിലാണ്, ഈ സെൻട്രൽ ഭാഗത്താണ്. ഇവിടെ ഒരു എടുക്കുന്നത് ആക്ച്വലി ഇത്ര റിസ്ക്കാണ്. നമുക്ക് മുകൾ ഭാഗത്ത് അല്ലെങ്കിൽ താഴേക്ക് സപ്പോർട്ട് റെസിസ്റ്റൻസിൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ചാൻസ് കൂടുതലായി. ഇവിടെ എടുത്ത റിസ്ക്, അപ്പോൾ അതുകൊണ്ട് നെഗ്ലക്റ്റ് ചെയ്യാം. ഒരു ചെറിയൊരു റെസിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. പക്ഷെ ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഇതിന് തൊട്ട് മുന്നത്തെ ക്യാൻഡിൽ ഫുൾ, അതായത് ഒരു സ്ട്രോങ് ബുൾ ക്യാൻഡിലാണ്, ഗ്രീൻ ക്യാൻഡിലാണ്. അതുകൊണ്ട് ഇവിടം വരെ പോകാൻ ചാൻസ് ഉണ്ട്. വെയിറ്റ് ചെയ്യാം. ഫോക്കസ്, ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്. എലോൺ മസ്കിൻ്റെ ഒക്കെ പോലെ ഫോക്കസ് ചെയ്യാൻ പഠിക്കുക. എലോൺ മസ്ക് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതായത് അദ്ദേഹം ഈച്ച് സെക്കൻഡിൽ അദ്ദേഹത്തിന് ഭയങ്കര ഫോക്കസാണ്, ഭയങ്കര പ്രസൻറ്റിലായിരിക്കുള്ളൂ അദ്ദേഹം. നമ്മളൊക്കെ ഇങ്ങനെ പല സ്ഥലത്തേക്ക് ഇങ്ങനെ നമ്മുടെ മൈൻഡ് ഇങ്ങനെ യാത്ര ചെയ്ത് പോകില്ലേ. ഇപ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ എന്തൊക്കെ ചിന്തകൾ വരും, ആവശ്യമില്ലാത്ത ചിന്തകളാണ്. മനസ്സിൽ എന്തൊക്കെയോ ചിന്തകൾ വരുന്നു, അതിൻ്റെ പുറകെ നമ്മൾ പോകുന്നു. അല്ലാണ്ട് നമ്മളല്ല അതിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പോൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ പല ചിന്തകൾ വരില്ലേ. അപ്പോൾ എലോൺ മസ്ക് എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ചിന്തകൾ എന്ന് പറയുന്നത്, അദ്ദേഹം എന്താണോ വേണമെന്ന് വിചാരിക്കുന്നത് അത് മാത്രം അദ്ദേഹം ചിന്തിക്കുന്നുള്ളൂ. അദ്ദേഹം വെറുതെ ഇരിക്കുമ്പോഴും ക്രിയേറ്റീവായിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് ഉണ്ട്, അതിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ അദ്ദേഹത്തിന് ആവശ്യമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ മനസ്സിൽ അൺവാണ്ടഡ് തോട്ട്സ് വന്നിട്ടിങ്ങനെ നമ്മൾ പല സ്ഥലത്തേക്ക് ഇങ്ങനെ പോകാറില്ലേ. പണ്ട് ആളുകളായിട്ട് തല്ല് പിടിച്ചത്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ ആയിട്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇവിടെ ട്രേഡിൽ ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഈ ട്രേഡിൽ എങ്ങനെ ഫോക്കസ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, കറൻ്റ് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, അതുകൊണ്ടാണ് നമ്മളവിടെ സെല്ല് ചെയ്തത്. മിഡ് പോയിൻ്റാണ്, ബട്ട് എന്നാൽ കൂടി താഴേക്കുള്ള ചെറിയ ഡൗൺ ട്രെൻഡാണ്. അവിടെ നിന്ന് ഒരു സ്ട്രോങ് ബൈയിങ് വന്നിരുന്നു, അതുകൊണ്ട് മേളിലോട്ട് പോയി. കുറേ നേരമായിട്ട് മേളിലോട്ടാണ്, അപ്പോൾ താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട്. സോ നല്ലൊരു റെസിസ്റ്റൻസിൽ ഈ പേര് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ സെല്ല് ചെയ്തു. ജസ്റ്റ് കുറച്ചും കൂടി മുകളിൽ നമുക്ക് കിട്ടിയാൽ. ഇവിടെ സെല്ല് ചെയ്യാൻ കാരണം, ഓൾറെഡി നമ്മൾ ഈ പേര് നേരത്തെ വാച്ച് ചെയ്തതാണ്. ഈ ഭാഗത്ത് നിന്നപ്പോൾ സെല്ലെടുക്കണോ വേണ്ടേ എന്നുള്ളൊരു തോട്ട് മനസ്സിലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ, ഒരു സ്ട്രോങ് ബുൾ ക്യാൻഡിൽ വന്നേക്കുന്നു, താഴേക്ക് വരാൻ ചാൻസ് ഉണ്ടെന്നു. അല്ല, ബുൾ ക്യാൻഡിൽ വന്നേക്കുന്നത് മേളിലോട്ട് പോകാൻ ചാൻസ് ഉണ്ടെന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്തു. ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ ഇവിടെ ഒരു ഡോജി വന്നിട്ടുണ്ട്. ആ ഡോജിയും കൂടി വന്നുകൊണ്ടാണ് നമ്മൾ സെല്ല് ചെയ്തത്. ഇവിടെ നമ്മൾ ഇത് ലോസ് ആയി കഴിഞ്ഞാൽ, ലാസ്റ്റ് നിമിഷം ലോസായ, അയ്യോ, ഓക്കെ, റിവഞ്ച് ആക്റ്റീവ് ആണ്ടിരിക്കുക, അത്രേ ഉള്ളൂ, വേറെ ചെയ്യാനൊന്നുമില്ല. ഓക്കെ, ഞാൻ 2 ട്രേഡ് എടുത്തത്. അതെടുത്തത് 2 മിനിറ്റിൻ്റെ ട്രേഡാണ് ഞാൻ എടുത്തത്. അതെടുക്കാൻ കാരണം, ഇതൊരു റെസിസ്റ്റൻസ് ഉണ്ട് അവിടെ.
ഓക്കെ, അപ്പോൾ മേ ബി കുറച്ച് സമയം എടുത്തിട്ട് ഇങ്ങോട്ട് താഴേക്ക് വരാൻ ചാൻസ് ഉണ്ടെന്നുള്ള രീതിയിലാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇവിടെ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ 2 ട്രേഡ് എടുത്തല്ലോ. ഇതിന് മുന്നേ ഒരു ട്രേഡും കൂടി എടുത്തിട്ടുണ്ട്, അത് ലോസായി. അപ്പോൾ ടോട്ടൽ 3 ട്രേഡായി. ഈ 2 ലോസിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളുടെ മൈൻഡ് റിവഞ്ചിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇത് ലോസായി കഴിഞ്ഞാൽ പോട്ടെ നോക്കുക, അടുത്ത പരിപാടി നോക്കുക, അടുത്ത പെയർ നോക്കുക. അപ്പോൾ നമ്മുടെ ആ ഇമോഷനെ ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും ഇത് ആ മേളിൽ പോയി വീണ്ടും ടച്ച് ചെയ്യും. ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ സെല്ല് ചെയ്യേണ്ടതല്ലേ വീണ്ടും. മേളിലോട്ട് പോകുമോ? ഭയങ്കര ബയ്യിങ് ഉള്ള പോലെ. ഭയങ്കര ബയ്യേഴ്സ് ഉള്ള പോലെ തോന്നുന്നുണ്ട്. മേ ബി ഒരു ക്യാൻഡിലൊക്കെ ഇനിയും മേളിലോട്ട് വരാം. ഇച്ചിരി ദീപമാകുന്നുണ്ട്, ഇവിടേക്ക് വരേണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ സെല്ലെടുത്തിരുന്നത്. ഓക്കെ, ചേസിങ് മെൻറ്റാലിറ്റി വരുന്നുണ്ട്. അപ്പോൾ ഞാനതുകൊണ്ട് ഈ പെയർ മാറ്റാണ് ഒറ്റപ്പറ്റി വരുന്നു കേട്ടോ. ഇതിന് മുന്നത്തെ ഇതുമെല്ലാം ഓക്കെ. നമ്മളുടെ മൈൻഡ് കുറച്ച് കൈവിട്ട് പോയെന്ന് പറയാം. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇത്രയും ട്രേഡ് കൂടെ എടുത്തത്. ഓവർ ട്രേഡാണ്, ശരിയാണ്, പോയി. കുറേ നേരം നമ്മൾ പിടിച്ചെന്നുള്ളതാണ്, കൈവിട്ട് പോയി. അന്ന് എന്ത് ചെയ്യാനാ, മൂഞ്ചി മയില്. എൻ്റെ പൊന്നെ, പണ്ടാണ് ഇത് ലക്കിന് കിട്ടിയതാട്ടോ. സെല്ലിങ് വരുന്ന അറിയായിരുന്നു, പക്ഷേ നമ്മളെ സ്റ്റോപ്പിൽ പഠിപ്പിക്കാൻ വേണ്ടി കുറേ ഇങ്ങനെ മുകളിലോട്ട് പോയത്. അതായത് ഇവിടെ തന്നെ സെല്ല് വരേണ്ടതാണ്. ബാക്കിയൊക്കെ നമ്മൾ സ്റ്റോപ്പിൽ പഠിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ മുകളിലോട്ട് കൊണ്ടുപോയതാണ്. പക്ഷേ നമ്മളിപ്പോൾ എടുത്ത ട്രേഡ് ഉണ്ടല്ലോ, അത് ഭയങ്കര ഓവർ ട്രേഡ് ആയിരുന്നു കേട്ടോ. എന്നുവെച്ചാൽ അങ്ങനെയാണ് ബ്ലോ അപ്പ് ആവുന്നത് നോർമലി. കൊണ്ടുവരണം. ഇവിടെ ഒരു സപ്പോർട്ടുണ്ട്.
ഒരെണ്ണം വേണമെങ്കിൽ ബൈ ചെയ്യാം, അങ്ങനെ നിൽക്കുന്നത്. ബട്ട് നെഗ്ലക്റ്റ് ചെയ്യാം. ബൈ ചെയ്യാമെന്നൊക്കെ തോന്നി, പക്ഷേ താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ. എന്ത് പെട്ടെന്ന് റിവഞ്ച് ആക്റ്റീവ് ചെയ്തു മൈൻഡിൽ. പക്ഷെ എൻ്റെ ദൈവമേ, ഇവിടെ സപ്പോർട്ടിൽ 1 2 3 4 തവണ ഒന്ന് ടച്ച് ചെയ്ത്, എന്നിട്ടത് ബ്രേക്ക് ചെയ്തില്ല. കുറേ നേരമായിട്ട് അവിടെയൊക്കെ തന്നെയാണ്. ഓക്കെ, അത് ബ്രേക്ക് ചെയ്തു ആ ട്രെൻഡ് ലൈൻ. അതുകൊണ്ടാണ് അവിടെ സെല്ല് ചെയ്തത്. പക്ഷേ ഇതിന് മുന്നേയും ഇതുപോലെ ബ്രേക്ക് ചെയ്ത് വന്നിട്ട് മേളിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ മേളിലോട്ട് പോകാൻ ചെറിയൊരു ചാൻസൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ലോസ് ആയി കഴിഞ്ഞാൽ റിവഞ്ച് ആക്റ്റീവ് ആവാണ്ടിരിക്കുക. ഓക്കെ, ഈ ക്യാൻഡിൽ താഴെ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ പൊട്ടി ഇങ്ങോട്ട് താഴേക്ക് വരും. അതല്ലെങ്കിൽ ഒന്നുകൂടി മേളിലോട്ട് പോയിട്ട് വരുള്ളൂ. ചിലപ്പോൾ ഒരു ക്യാൻഡിൽ കൂടി ഇങ്ങനെ മേളിലോട്ട് വരാം അല്ലേ. ഇത് ഫേക്ക് ക്യാൻഡിലാട്ടോ. ഞാൻ 2 ട്രേഡ് എടുത്തത്. ഇത് ലോസ് ആയി കഴിഞ്ഞത് ഈ പെയർ മാറ്റണേ, അല്ലെങ്കിൽ റിവഞ്ച് ആക്റ്റീവ് ആവും. ആക്ച്വലി എന്താണ് അവിടെ സംഭവിക്കുന്നത്? 30 സെക്കൻഡ് എടുത്തു കഴിഞ്ഞാൽ അതായത് ആളുകൾ സ്റ്റോപ്പ് ലോസ് അടിപ്പിക്കാൻ വേണ്ടി മേലോട്ട് പോയെന്ന് തോന്നുന്നു. അതെ, എനിക്ക് താഴേക്ക് വരും. കഴിഞ്ഞു, 15 മിനിറ്റിൻ്റെ അലാറം അടിച്ചു. ഇത് വണ്ടർഫുൾ സെഷനായി പോയല്ലോ. എന്തൊരു ഇമോഷൻ റോളർ കോസ്റ്ററായിരുന്നു. ഓക്കെ, ബ്രേക്ക് ചെയ്തു. അതെ, സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു. ഇനി താഴേക്ക് വരണം. ട്രെൻഡ് ലൈനും ബ്രേക്ക് ചെയ്തു. പക്ഷേ ആളുകളുടെ സ്റ്റോപ്പ് ലോസുള്ള ഫുള്ള് കുറേ അടുപ്പിച്ചിട്ടുണ്ടാവും.